പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. Praise the Lord. Praise the Lord. Hallelujah. 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 ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യൻ അച്ഛ, ജോസഫ് അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. Praise the Lord. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മളുടെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. ദൈവീക ജീവനിൽ ജയിച്ചു ചേരുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എല്ലാവരും കേട്ടിട്ടില്ലാത്തവര്, ആദ്യമായിട്ട് വരുന്നവരൊക്കെ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ആ വിലയിലേക്ക് വന്നത് എന്തിനാണ്? ദൈവീക ജീവനിൽ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് ജീവിക്കുന്നത്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുവാൻ. നമ്മൾ മണിമാളികകൾ പണിയാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്, കല്യാണം കൂടാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്. ഇപ്പോൾ കല്യാണത്തിന്റെ സീസണല്ലേ. അപ്പോൾ എന്നിട്ടും കല്യാണ സീസണായിട്ടും നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. പലയിടത്തും കല്യാണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണം കൂടാനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഇന്ന് യെല്ലോ അലർട്ടാണ്, അല്ലേ? കണ്ണൂർ ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. അതായത് ചൂട് കൂടുതലായതുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങാതെ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛൻ നിങ്ങളോട് പറയാണ്, പ്രസംഗം തീരുന്നവരെ പുറത്തിറങ്ങരുത്. യെല്ലോ അലർട്ടാണ്. അപ്പോൾ പക്ഷെ അങ്ങനെ ആയിട്ടും, ഇത്രയും ചൂടൊക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മൾ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നതാണ് പരമപ്രധാനം. അതിനുവേണ്ടി ആണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ചൂടൊക്കെ അവഗണിച്ച് ഇന്ന് ഈ 12 മണി നേരത്ത് ഇവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണ് നമുക്ക് ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ സാധിക്കുന്നത്? നമ്മൾ ഈശോയെ പോലെ ആയി. വെരി ഗുഡ്, കൈയടിക്കാം. അപ്പോൾ ഉത്തരം പറഞ്ഞവർക്ക് അഭിനന്ദനങ്ങൾ. നമ്മൾ ഈശോയെ പോലെ ആകുമ്പോഴാണ് ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ സാധിക്കുന്നത്. ഈശോയെ പോലെ ആകാത്തിടത്തോളം കാലം ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഒരാളെ മരിച്ചതിന് ശേഷം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ആ കുറെ പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സുകളിൽ എന്താണ് പരിശോധിക്കുന്നത്? ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ കുറെ വർഷങ്ങളൊക്കെ എടുക്കാറില്ലേ? ഉണ്ടോ? ഉണ്ട്. ആ വർഷങ്ങളിൽ എന്താണ് സഭ പഠിക്കുന്നത്? ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് എത്രമാത്രം ഈശോയെ പോലെ ആയിരുന്നു എന്നാണ് പഠിക്കുന്നത്. ഇയാളുടെ എഴുത്തുകളിൽ, അല്ലെങ്കിൽ ഇയാളുടെ പ്രവൃത്തികളിൽ, ഇയാളുടെ വാക്കുകളിലൊക്കെ ഇയാൾ എത്രമാത്രം ഈശോയെ പോലെ ആയിരുന്നു എന്ന് പരിശോധിക്കും. എന്ന് പരിശോധിച്ചിട്ട് ഇപ്പൊ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന വേറൊരു സാധനമുണ്ട്. എന്താണ്? ഫോണിൽ മെസ്സേജ് വിട്ടത് 16 കൊല്ലത്തേക്ക് അവിടെ തന്നെ ഉണ്ടാവും. മെസ്സേജ് വിട്ടത് മാത്രമല്ല, വിളിച്ച് സംസാരിച്ചതും എവിടെ ഉണ്ടാവും? അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. സൈബർ സെല്ലുകാർ ചെന്ന് ചോദിച്ചാൽ അവരെടുത്തു കൊടുക്കും. ഈ ചേട്ടൻ ഈ ചേച്ചിയോട് എന്താണ് പറഞ്ഞത്? ഇതാണ് പറഞ്ഞത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അതൊക്കെ പരിശോധിക്കാം. അച്ഛൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാർലോസ് അക്യൂറ്റസിന്റെ നാമകരണ സമയത്ത് പരിശോധിച്ചത് കാര്യങ്ങളിൽ ഒന്നതായിരുന്നു ഈ കൊച്ച് ഇന്റർനെറ്റിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത് എന്ന് പരിശോധിച്ചു. നമ്മളും ചില കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്, ഇല്ലേ? ഏറ്റവും അവസാനമായിട്ട് സെർച്ച് ചെയ്തത് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈസ്റ്റർ ആയിട്ട് സെർച്ച് ചെയ്തത് എന്താണ്? ഈസ്റ്ററിന്റെ താറാവ് കറി എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. അല്ലേ? യൂട്യൂബിൽ സെർച്ച് ചെയ്തത് ലേറ്റസ്റ്റ് എപ്പിസോഡ്, ഏറ്റവും പുതിയ എപ്പിസോഡ് എന്തിന്റെ? ഉപ്പും മുളകും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തത് ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. മരിച്ചു കഴിയുമ്പോ വിശുദ്ധനാക്കാൻ വേണ്ടി പരിശോധിക്കും. ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോ അതൊക്കെ ഉണ്ടാവും, പേടിക്കണ്ട. അപ്പോൾ കാർലോസ് അക്യൂറ്റസിന്റെ എടുത്ത് പരിശോധിച്ചപ്പോൾ എന്താണ് ഉണ്ടായിരുന്നത്? ഈ 15 വയസ്സുകാരൻ സെർച്ച് ചെയ്തത് മുഴുവൻ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ചായിരുന്നു. നമ്മൾ സെർച്ച് ചെയ്തത് വേറെ ആരും പരിശോധിക്കാതിരിക്കട്ടെ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് എത്രമാത്രം ദൈവസ്നേഹത്തോടുകൂടെ ജീവിച്ചു, എത്രമാത്രം ഈശോയെ പോലെ ദൈവസ്നേഹത്തോടുകൂടെ ജീവിച്ചു, എത്രമാത്രം വിശ്വാസത്തോടുകൂടെ ജീവിച്ചു, എത്രമാത്രം പ്രത്യാശയോടെ ജീവിച്ചു, എത്രമാത്രം ക്ഷമയോടുകൂടെയാണ് ജീവിച്ചത്, നമുക്ക് എത്രമാത്രം ക്ഷമിക്കാൻ പറ്റി എന്ന് പരിശോധിച്ചിട്ട് നമ്മളെ വിശുദ്ധരാക്കും എന്ന് കരുതുക. നമ്മളെ വിശുദ്ധരായി പ്രഖ്യാപിക്കാനുള്ള ഒരു കാര്യമാണ് ഇയാൾ എത്രമാത്രം ഈശോയെ പോലെ ക്ഷമിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുകയാണ്. അപ്പൊ നമ്മുടെ കാര്യം എന്തായിരിക്കും? കട്ടപ്പുക. നമ്മുടെ കാര്യം പിന്നെ അധികം കൂടുതലൊന്നും പരിശോധിക്കേണ്ട വരില്ല. പേപ്പർ അങ്ങ് മാറ്റി വച്ചാക്കാൻ പറയും. ഹല്ലേലൂയ. അപ്പോൾ തിരിച്ചു വരിക. അച്ഛൻ പറഞ്ഞു വരുന്നത് ദൈവീക ജീവനിൽ ലയിച്ചു ചേരാനുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ നമ്മൾ ആരെ പോലെ ആകണം? ഈശോയെ പോലെ ആകണം. ഈശോയെ പോലെ ആകണമെങ്കിൽ എന്തു വേണം? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ഹൃദയത്തിന്റെ പദ്ധതികൾ നമ്മുടെ ഹൃദയത്തിന്റെ പദ്ധതികളാകണം. ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളായി അത് നമ്മിൽ നിറവേറപ്പെടണം. ഈശോയുടെ വികാരങ്ങൾ നമ്മുടെ വികാരങ്ങളാകണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരെ പോലെയാകും? ഈശോയെ പോലെയാകും. ഈ ഒരു ട്രാക്കിൽ നമ്മൾ ഈശോയുടെ പദ്ധതികളെ കുറിച്ച് കുറച്ച് പഠിച്ച് അത് മാറ്റിവെച്ചിരിക്കുന്നു. ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ആഗ്രഹങ്ങളിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹമാണ് നമ്മൾ എല്ലാവരും ആത്മപരിത്യാഗം ചെയ്യണം എന്ന് പറയുന്ന ഒരാഗ്രഹം. നമ്മൾ നമ്മളെ തന്നെ പരിത്യജിക്കണം. എന്നിട്ട് ആരെ ഏറ്റെടുക്കണം? ഈശോയെ ഏറ്റെടുക്കണം. നമുക്ക് കുറെ അവകാശങ്ങളുണ്ട്. എന്തവകാശം? പകരം ചോദിക്കാനുള്ള അവകാശം, പിറുപിറുക്കാനുള്ള അവകാശം, അങ്ങനെ കുറെ അവകാശങ്ങളുണ്ട്. നമ്മളുടെ ആ അവകാശങ്ങളെ പരിത്യജിച്ച് തോന്നിയതുപോലെ ജീവിക്കാനുള്ള അവകാശം, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം, അങ്ങനെയൊക്കെയുള്ള അവകാശങ്ങൾ പരിത്യജിച്ച് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു മകനായി മാറണം. ഇത് ഈശോയുടെ ആഗ്രഹമാണ്. അപ്പോൾ ആത്മപരിത്യാഗം അതിൻ്റെ 12ാമത്തെ പഠനമാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മളുടെ ലൈംഗികത ഉപയോഗിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ആത്മപരിത്യാഗം. ഒരു സഹോദരി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛനോട് പങ്കുവെച്ച ഒരു കാര്യമാണ്. ഈ സഹോദരി ഡോക്ടറാണ്. അവരുടെ PG ഒക്കെ കഴിഞ്ഞതാണ്, MD ആണ്. അവരുടെ ഭർത്താവും PG ഒക്കെ കഴിഞ്ഞതാണ്. രണ്ടുപേരും MD ആണ്. വിദേശത്ത് ജോലി ചെയ്യുന്നു. 20 ലക്ഷത്തിന് മുകളിൽ രണ്ടുപേർക്കും ശമ്പളമുണ്ട്. ഡോക്ടേഴ്സാണ്. യൂറോപ്പിലാണ്.
അപ്പോൾ ഈ സഹോദരിയുടെ വിവാഹത്തിന് ശേഷം ഏറ്റവും അടുത്ത നാള് മുതൽ ഈ ഡോക്ടറായ ഭർത്താവ് ഇവളെ തല്ലാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പഠിപ്പില്ലാത്തവര്, കള്ളുകുടിയന്മാര്, വേണ്ടത്ര ബോധമില്ലാത്തവരൊക്കെയാണ് ഭാര്യയെ തല്ലുന്നത് എന്നാണ്. അല്ലേ? ഭാര്യയെ തല്ലുന്നവരാരാണ്? ബോധമില്ലാത്തവർ. എന്തിന് സന്തോഷം. അപ്പോൾ നമ്മൾ ഒരു ധാരണ അങ്ങനെയാണ്, പഠിപ്പില്ലാത്തവരും കള്ളു കുടിച്ച് നടക്കുന്നവരും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും പെണ്ണ് കൊടുക്കരുത്, അല്ലേ? കൊടുക്കാവോ? കൊടുക്കാൻ പാടില്ല. നിങ്ങളെ കെട്ടിപ്പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ മക്കളെ ആയിട്ട് നമ്മൾ കുഴി കൊണ്ടുപോയി ചാടിക്കരുത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ധാരണ. അപ്പൊ ഈ ഡോക്ടറായ പെൺകുട്ടിക്ക് നല്ല മിടുക്കനായ ഡോക്ടർ മരുമോനെ കണ്ടുപിടിച്ചു കൊടുത്തു. പക്ഷേ വിവരമുണ്ടോ എന്ന് ചോദിച്ചാൽ വിവരമുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ ആവില്ലല്ലോ. കള്ളു കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഭയങ്കര കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. കൊച്ചു പാവം ആരോടും പറഞ്ഞില്ല, ക്ഷമിച്ച് സഹിച്ച് അവസാനം കൊച്ചു പഠിച്ച് വിദേശത്ത് യൂറോപ്പിൽ ഒരു ജോലിയൊക്കെ മേടിച്ചു അങ്ങോട്ട് പോയി. ഭർത്താവിനെയും കഷ്ടപ്പെട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. കാരണം രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നാൽ തല്ല് മേടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവള് തന്നെ വിസയൊക്കെ എടുത്തു കൊണ്ടുപോയി. അങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് അവൾക്ക് ഇപ്പൊ 10-15 വർഷമായിട്ട് മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. ഇവര് ചെറുപ്രായത്തിൽ മുതൽ പോർണോഗ്രഫിയുടെ അഡിക്ഷനാണ്. അത് മാത്രമല്ല, പലരുമായിട്ടും ചാറ്റിങ് ചെയ്യുന്ന ഒരു രോഗമുണ്ട്. അങ്ങനെ പലരുമായിട്ട്, അപ്പോൾ ഇവന് സ്വന്തം ഭാര്യയെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനോ ഓർത്തിരിക്കാനോ, പലരുമായിട്ട് ഡേറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ അവന് പല ഡേറ്റും ഓർത്തിരിക്കേണ്ടതുണ്ട്, പലരെയും വിളിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവള് പറയാണ്, അച്ഛാ എൻ്റെ ജന്മദിനം എന്നാണെന്ന് ഇതേവരെ ഭർത്താവിന് അറിഞ്ഞുകൂടാ. അത് ഓർത്തിരുന്ന ഒരു സമ്മാനം മേടിച്ച് തന്നിട്ടില്ല. വേണ്ട, ഞങ്ങളുടെ വിവാഹ വാർഷികം എന്നാണെന്ന് ഭർത്താവ് ഈ കഴിഞ്ഞ 15 കൊല്ലത്തിൽ ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല. ആ ഭർത്താവാണ് ഈ അടുത്തിടെ അവള് ഫോൺ പരിശോധിച്ചപ്പോൾ, 15 കൊല്ലമായിട്ട് ഭർത്താവിൻ്റെ ഫോൺ പരിശോധിക്കാത്ത ഒരു പെൺകുട്ടി. അവള് പരിശോധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇയാള് പലരുടെയും ജന്മദിനം ഓർത്തിരിക്കുന്ന ആളാണ്, ഭാര്യയുടെ ഒഴിച്ച്. സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ആളാണ്, ഭാര്യയ്ക്കൊഴിച്ച്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, ലൈംഗികത ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനുള്ള ഒരവകാശം അയാൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. തൻ്റെ ഭാര്യയോട് കുടുംബജീവിതത്തിൽ അവിശ്വസ്തനായി പെരുമാറുന്നു. എന്താണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്? അവർ ഇപ്പോൾ രണ്ടുപേരും 2 വീട്ടിൽ താമസിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു തുടങ്ങുന്നതിന് വേണ്ടി അരച്ചൻ ഒരു പശ്ചാത്തലം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലൈംഗികത ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്ന ആ ക്ലാസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1, 2 എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞത് ദാമ്പത്യ അവിശ്വസ്തതയുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ്. അതിൻ്റെ ആത്മീയമായ പ്രത്യാഘാതങ്ങൾ, സാമൂഹികപരമായ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ തലമുറകളിലേക്ക് ബാധിക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇവയെക്കുറിച്ച്. ആത്മീയമായ പ്രത്യാഘാതങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അത് നമ്മെ അകറ്റുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയം നമ്മൾ നശിപ്പിക്കുന്നു, ദൈവക്രോധത്തിന് ഇടവരുത്തുന്നു, അത് ആത്മീയമായ അന്ധതയിലേക്ക് നയിക്കുന്നു, നിത്യനാശത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെയുള്ള പ്രത്യാഘാതങ്ങളും വ്യക്തിപരമായ പ്രത്യാഘാതങ്ങളും. രോഗങ്ങൾ ഉണ്ടാകുന്നു, ശരീരം ക്ഷയിക്കുന്നു, നമുക്ക് ബഹുമാനം നഷ്ടപ്പെടുന്നു, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു, മാനസികവും വൈകാരികവുമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ മാനസിക
മാനസികമായും വൈകാരികമായും വീക്കായി തീരുന്നു, അതുപോലെ കുടുംബ ബന്ധങ്ങളില്ലാതെയായി തീരുന്നു എന്നൊക്കെയുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ പറഞ്ഞു, ശാരീരിക വിശുദ്ധി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ വിശുദ്ധി നമുക്ക് നൽകുന്ന, ശരീരത്തിന്റെ വിശുദ്ധി നമുക്ക് നൽകുന്ന ഗുണഗണങ്ങളെ കുറിച്ച്, അതിൻ്റെ ബെനഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ പറഞ്ഞു സെക്ഷൽ പ്യൂരിറ്റി എനേബിൾസ് us to have a closer relationship with God. ശാരീരിക വിശുദ്ധി നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ഏറ്റവും അടുത്ത ബന്ധത്തിൽ നയിക്കുന്നു. വിശുദ്ധി നമ്മെ യേശുവിൻ്റെ ഉറ്റ സുഹൃത്തുക്കളാകാൻ സഹായിക്കുന്നു. പരസ്പരമുള്ള ബഹുമാനം വർദ്ധിക്കുന്നു. മനുഷ്യരുമായി നല്ല ബന്ധങ്ങൾ, ആഴമുള്ള ബന്ധങ്ങൾ, നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകാൻ വിശുദ്ധി നമ്മെ സഹായിക്കുന്നു. അതുപോലെ സെക്ഷൽ പ്യൂരിറ്റി ബ്രിങ്സ് എ സെൻസ് ഓഫ് പീസ് ആൻഡ് ഫുൾഫിൽമെന്റ് ആൻഡ് ട്രൂ ജോയ്. വിശുദ്ധി നമുക്ക് സമാധാനവും യഥാർത്ഥത്തിലുള്ള സംതൃപ്തിയും ആനന്ദവും ഒക്കെ നൽകുന്നു. അശുദ്ധി നമുക്ക് കൊണ്ടുവരുന്നത് കുറ്റബോധവും നാണക്കേടും റിഗ്രറ്റും ഒക്കെ ആണെങ്കിൽ വിശുദ്ധി നമുക്ക് സമാധാനം തരുന്നു. നാലാമതായി നമ്മൾ പറഞ്ഞു, സെക്ഷൽ ഇമ്പ്യൂരിറ്റിയുടെ ഫലമായി ഉണ്ടാകുന്ന എല്ലാ പ്രത്യാഘാതങ്ങളിൽ നിന്നും ലൈംഗിക വിശുദ്ധി നമ്മെ രക്ഷിക്കുന്നു എന്ന്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. അപ്പോൾ ദാമ്പത്യ അവിശ്വസ്തതയുടെ പ്രത്യാഘാതങ്ങളും ദാമ്പത്യ വിശുദ്ധിയുടെ ബെനഫിറ്റ്സും ധ്യാനിച്ചതിന് ശേഷം നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുന്നത് എപ്രകാരം നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ചില ആത്മീയ ചിന്തകൾ നമ്മൾ ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അതിലൊന്നാമതാണ് ലോകത്തിന് മരിക്കുക എന്നതാണ് പ്രതിവിധി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ശരീരത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ലോകത്തിന് മരിക്കണം. ഹല്ലേലൂയ. ഒന്നാമത്തെ തിരുവചനം ഭാഗം ഇതാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 24 എടുത്തു വായിക്കാം. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഹല്ലേലൂയ. വലത് കരത്തെ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജഡത്തെ നമ്മൾ എവിടെയാണ് ക്രൂശിച്ചിരിക്കുന്നത്? അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് നമ്മൾ ക്രൂശിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പൗലോസ് തന്റെ ശരീരത്തെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഹല്ലേലൂയ.
അതായത് ഞാൻ ലോകത്തിന് മരിച്ചിരിക്കുന്നു, ഇനി ലോകം എനിക്ക് പ്രസക്തമല്ല. ലോകത്തിലുള്ളവരുടെ വിളികൾ, ലോകം എന്നെ മാടി വിളിക്കുന്നു, ഐ ഡോണ്ട് കെയർ. കാരണം എന്താണ്? നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു, ലോകത്തിന് മരിച്ചിരിക്കുന്നു. ലോകം എന്നെ വിളിക്കുന്നു, ഐ ഡോണ്ട് വറി. ലോകം എന്നെ ആകർഷിക്കുന്നു, ഐ ഡോണ്ട് മൈൻഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലേ, മരിച്ചു കിടക്കുന്നവരെങ്ങനെയാണ്? മരിച്ചു കിടക്കുന്നവരോട് നമ്മൾ വിളിച്ചു ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പച്ച പോകല്ലേ പോകല്ലേ എന്ന് പറയുമ്പോൾ മരിച്ചു കിടക്കുന്നവർ കണ്ണ് തുറന്നു നോക്കിയിട്ട് ഇല്ല പോകൂന്ന് പറയോ? നമ്മൾ മരിച്ചു കിടക്കുന്നവരുടെ അടുത്തിരുന്ന് എന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യൂല. ഹല്ലേലൂയ. അച്ഛനൊരു വീട്ടില് കുറച്ച് നാള് മുമ്പാണ്. അപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ മകള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മരിച്ചു കിടക്കാണ്. നല്ല കള്ളുകുടിയനായ അപ്പനായിരുന്നു. അങ്ങനെ കള്ളു കുടിച്ച് വയറ് വീർത്ത് മരിച്ചതാണ്. അപ്പൊ അപ്പം പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്ന കുപ്പിയിൽ ഇനിയും പകുതി കൂടി ഇരിക്കുന്നുണ്ട്. അപ്പനൊന്ന് എഴുന്നേറ്റ് അതുകൂടി ഒന്ന് കുടിക്ക്. അച്ഛൻ എക്സാജറേറ്റ് ചെയ്യല്ല, ആ കരച്ചിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ഇരുന്ന് കരയാണ്. ഇന്നലെ അപ്പം പറഞ്ഞിട്ടല്ലേ അത് ഫുള്ള് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അത്രയും കള്ളു കുടിക്കാൻ താല്പര്യമുള്ള അപ്പൻ എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. പകുതി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും അപ്പൻ കുപ്പി ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്താണ് മൈൻഡ് ചെയ്യാത്തത്? മരിച്ചു കിടക്കുകയാണ്. ക്ലിയറായോ ആശയം? ആശയം ക്ലിയറായോ? ഇനി അത് മറന്നേക്ക്. എന്നിട്ട് ഇനി നമ്മള് ലോകത്തിന് മരിച്ചു എന്ന് വിചാരിക്കുക. ലോകത്തിന് മരിച്ച് അവനോട് പലതരത്തിലുള്ള ജഡികാഭിലാഷങ്ങളുടെ വിളികൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? മരിച്ചവരെ പോലെ പ്രതികരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾ എന്ത് വിചാരിക്കുമെന്ന് മരിച്ചാൾ വിചാരിക്കണോ? വേണോ? വേണ്ട. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് വരുന്ന എല്ലാ മെസ്സേജും തുറന്നു നോക്കേണ്ട ആവശ്യമുണ്ടോ? മരിച്ചു കിടക്കുന്ന ആൾക്ക് നിങ്ങൾ 1000 മെസ്സേജ് അയച്ചെന്ന് വിചാരിച്ചോ? അയാളെ തുറന്നു നോക്കോ? ഇല്ല. അപ്പോൾ ലോകത്തിന് എന്തായിരിക്കുക? മരിച്ചവരെ പോലെ ആയിരിക്കുക. ഇനി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം, 16ഉം 17 ഒന്ന് വായിച്ചേ. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെതെന്നതുപോലെ ജീവിച്ചില്ല. ലോകത്തിലുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിച്ചില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരെന്ന് പറഞ്ഞ ആര്? അവരെന്ന് പറഞ്ഞാൽ ഈശോയിൽ വിശ്വസിക്കുന്നവർ, ഈശോയുടെ ശിഷ്യന്മാർ. ഇന്ന് ആരാണ് ലവര്? നമ്മളാണ്. ലവൻ എന്ന് പറഞ്ഞ ആരാണ്? ഹല്ലേലൂയ. അപ്പോൾ ഈശോ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ നമ്മളും ആരുടേതല്ല? ലോകത്തിൻ്റെതല്ല. തുടർന്ന് വായിച്ചേ. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 6-ാം അധ്യായം 14-ാമത്തെ തിരുവചനം പൗലോസ് വീണ്ടും ആ ക്രൂശീകരണത്തെ കുറിച്ച്, ദ ക്രൂസിഫിക്ഷൻ ഓഫ് ദ ബോഡിയെ കുറിച്ച് പറയുകയാണ്. വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ
എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് വചനമേറ്റു പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ? യേശുക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ. സ്വന്തം ശരീരത്തിന്റെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകളിലോ അഭിമാനിക്കാതിരിക്കട്ടെ. ഒരു പെൺകുട്ടി, അവള് പുറത്ത് ഹോസ്റ്റലിൽ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വന്നൊരു സങ്കടം പറഞ്ഞു. അവളുടെ കൂട്ടുകാരികൾ അവളെ കളിയാക്കുകയാണ്. കാരണം അവൾക്ക് ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പുകളില്ല, പുറത്തു പോകലുകളില്ല, ഫോൺ വിളികളില്ല. അപ്പൊ കൂട്ടുകാരികള് അവളെ പരിഹസിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ 2-3 പേരെ ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരാം, ഒരു പുണ്യവാളത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ അഭിമാനിക്കുന്നത് എന്തിലാണ്? കൺക്ലൂഡ് ചെയ്താൽ മതി, പറയണ്ട. ഹല്ലേലൂയ. പാപം ചെയ്യുന്നതിൽ അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നവർ പുറത്തുപോയി രാത്രി മുഴുവനും അവിടെയും ഇവിടെയും ചെലവഴിച്ച് പിറ്റേ ദിവസം വന്ന് കൂട്ടുകാരികളോട് വളിപ്പ് വിളമ്പുന്നവർ. പ്രിയപ്പെട്ടവരെ, 12ാം ക്ലാസ് വരെ വീട്ടിൽ നിന്ന് പഠിച്ച് എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോയി മുട്ടയിൽ വലിഞ്ഞൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ ഒരു കോഴ്സ് ചെയ്യാനൊക്കെ വേണ്ടി വീട് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പോയി കഴിഞ്ഞ് അവസാനം എല്ലാം പഠിച്ചതെല്ലാം മറന്ന് പഠിക്കാത്ത പുതിയ പാഠങ്ങൾ പഠിച്ച് ലോകത്തിന്റെ മനുഷ്യരായി തീരുന്നവരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാടാറില്ലേ, കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ? ശരി, മറന്നുപോയി. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയി. പിന്നെ ലോകം പഠിപ്പിച്ചത് മാത്രം, അമ്മ പഠിപ്പിച്ചതും അപ്പൻ പഠിപ്പിച്ചതും വേദപാഠ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചതും പള്ളിയിൽ അച്ഛൻ പഠിപ്പിച്ചതും എല്ലാം മറന്നു. കുഞ്ഞുനാളിൽ പഠിപ്പിച്ചതെല്ലാം മറന്നു. ഇപ്പോൾ ലോകം പഠിപ്പിച്ചിരിക്കുന്നത് മാത്രം ഓർത്തുകൊണ്ട് ലോകത്തിൻ്റെതായി മാത്രം ജീവിക്കുന്ന മക്കൾ, അങ്ങനെയുള്ള മക്കൾ നമ്മുടെ വീടുകളിലുണ്ടെന്നേ. യെസ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. ഈ ലോകത്തെ കുറിച്ച് നിനക്ക് എന്തറിയാമെങ്കിലും കർത്താവ് നിന്നോട് ചോദിക്കും, ഈ ലോകം മുഴുവൻ നേടിയിട്ടും നീ കർത്താവിനെ നേടുന്നില്ല എങ്കിൽ, നിന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കുന്നില്ല എങ്കിൽ, നിന്റെ ആത്മാവ് നശിച്ചു പോയാൽ കുഞ്ഞേ, നിനക്കതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? നീ പറയും, നീ പലതും നേടി എന്ന് പറയും, പലതും പാസ്സായെന്ന് പറയും, ജോലി സമ്പാദിച്ചു എന്ന് പറയും, പണം സമ്പാദിച്ചു എന്ന് പറയും, മണിമാളികകൾ പണിതു എന്ന് പറയും, സ്ഥലം വാങ്ങിക്കൂട്ടി എന്ന് പറയും, നിനക്കെല്ലാം നേടി എന്ന് പറയുമ്പോഴും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടെങ്കിൽ കുഞ്ഞെ, നിനക്ക് എന്ത് ലാഭമുണ്ട്? അപ്പോൾ അത് ഒന്നാമത്തെ കാര്യമാണ് ലോകത്തിന് മരിക്കുക എന്ന് പറയുന്നത്. 2, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ 1, നീ ലോകത്തിന് മരിച്ച ഒരാളായിരിക്കണം. 2, ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതയാവാതിരിക്കുക.
ലോകത്തിന് മരിക്കുക എന്ന് പറയുന്നതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ. പക്ഷെ വേറൊരു ടൈറ്റിലിൽ നമ്മൾ അത് പറയുകയാണ്. എന്താണ്? ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതനാവാതിരിക്കുക. ഒന്നാമത്തെ വചനം 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. 1 John chapter 2 15 to 17. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. തുടർന്ന് വായിച്ചോ. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാസ, കണ്ണുകളുടെ ദുരാസ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്ന ഒന്നാമത്തെ കാര്യം, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. സ്നേഹിക്കരുത്. ഈ ലോകവും ലോകത്തിലെ വസ്തുക്കളും നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? ഇതൊക്കെ നമുക്ക് തരുന്നവനെയാണ് സ്നേഹിക്കേണ്ടത്. ആ വസ്തുവിനെയല്ല സ്നേഹിക്കേണ്ടത്, ഇത് തരുന്നവനെയാണ് സ്നേഹിക്കേണ്ടത്. നിങ്ങൾ ഒരു സിനിമയുണ്ടായിരുന്നു കുറച്ചു നാൾ മുമ്പ്, ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന ഒരു സിനിമ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ചിരി കണ്ടാ അറിയാം കണ്ടിട്ടുണ്ടെന്ന്. ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന ഒരു സിനിമ മനോഹരമാണ്, നല്ല സിനിമയാണ്. അപ്പോൾ അതിൽ ഭാര്യയ്ക്ക് ഒരു ഡയമണ്ട് നെക്ലസ് ഭർത്താവ് അറിയാതെയാണെങ്കിലും മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവൾക്ക് കിട്ടി. അപ്പൊ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അത് കിട്ടി. അപ്പോൾ ഈ ഭാര്യ ഈ ഡയമണ്ട് നെക്ലസ് 10-75 ലക്ഷം രൂപ വില വരുന്ന ഒരു ഡയമണ്ട് നെക്ലസാണ്. ഇത് നോക്കി ഇവള് ഇങ്ങനെ ഇടക്കിടക്ക് ആ ഡയമണ്ട് നെക്ലസിനെ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് ഇങ്ങനെ പിടിച്ച് കാണിക്കും. ഈ നെക്ലസ് ആയതുകൊണ്ട് നേരെ കാണാൻ പറ്റില്ലല്ലോ. നല്ല സിനിമയാണ്. അപ്പോൾ ഈ നെക്ലസ് ഇങ്ങനെ എപ്പോഴും കൊണ്ടു കിടക്കാം. ഒടുവിൽ ഭർത്താവ്, ഇതിന്റെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇങ്ങനെയാണ്. ഭർത്താവ് ഇവളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നേക്കാൾ അധികം ആ ആഭരണത്തോടാണല്ലേ പ്രിയം എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ്. പ്രിയപ്പെട്ടവരെ, ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ, ഭാര്യയുടെ ചങ്ക് തകരുകയാണ്. അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ ഒരു കാര്യം ചെയ്യുകയാണ്. അവൾക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ ഇഷ്ടപ്പെട്ട, എല്ലാവരോടും ഇവൾ കൊണ്ടുപോയി നടന്ന് കാണിക്കും. എൻ്റെ ഭർത്താവ് മേടിച്ചു തന്ന ഡയമണ്ട് നെക്ലസ് കണ്ടോ 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 എന്ന് പറഞ്ഞ്, ഇനി ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ആണുങ്ങളാണ് ഇപ്പൊ മാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺസ് തുറന്നിടും എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ കഴുത്തി കിടക്കുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഡയമണ്ട് നെക്ലസിനെ കുറിച്ച് ഭർത്താവ് ഇവളോട് നിങ്ങൾ ചിരി നിർത്ത്, തിരിച്ചു പോ. ഡയമണ്ട് നെക്ലസിനെ കുറിച്ച് ഭർത്താവ് ഇവളോട് ചോദിക്കുകയാണ്, എന്നേക്കാൾ അധികം നിനക്ക് അതിനോടാണല്ലേ സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ അവൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു കടലിന്റെ തീരത്ത് നിൽക്കുമ്പോഴാണ് അവൻ അത് ചോദിക്കുന്നത്. അവൾ അത് അഴിച്ചെടുക്കുകയാണ്. അഴിച്ചെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ആ ഡയമണ്ട് നെക്ലസ് ആ ആഴിയുടെ അഗാധങ്ങളിലേക്ക് ഒറ്റേറ് വെച്ചു കൊടുക്കുകയാണ്. അതോടുകൂടെ സിനിമ അവസാനിക്കുകയാണ്. അവള് ഭർത്താവിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്, എനിക്ക് നീ തന്നതിനോടല്ല നിന്നോടാണ് സ്നേഹമെന്ന് പറയാതെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് വ്യക്തികളെക്കാൾ അധികം വസ്തുക്കളെ
വിലപിടിപ്പുള്ളതായി കണക്കാക്കുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്. ഒരു കുടുംബം തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാതെ പോയ ആഭരണം കട്ടെടുത്തത് ഭർത്താവിന്റെ വീട്ടുകാരാണോ ഭാര്യയുടെ വീട്ടുകാരാണോ എന്നറിഞ്ഞിട്ട് മതി ഇനി കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി. കാരണം വ്യക്തികളെക്കാൾ വസ്തു പ്രധാനപ്പെട്ടതായത് കൊണ്ടാണ്. ഈശോ പറയുകയാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ഉണ്ടെങ്കിൽ ഉണ്ട്, അത് നന്നായിട്ട് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട, കാണാനില്ല, പോട്ടെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഹൃദയം ഈ ലോകത്തിന് മരിച്ച ഒരു ഹൃദയമാകണം. ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതനാവാതിരിക്കുക. 3 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്: ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ലോകത്തിന്റെ മോഹങ്ങൾ നമ്മെ കളങ്കിതരാക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അഹന്ത, ജഡത്തിന്റെ ദുരാശ. ശരീരത്തിന് ചില ദാഹങ്ങളുണ്ട്, കണ്ണുകൾക്ക് ചില മോഹങ്ങളുണ്ട്. കണ്ണിന്റെ മോഹമനുസരിച്ച്, ജഡത്തിന്റെ ദാഹമനുസരിച്ച് നീ ജീവിതം ചലിപ്പിച്ചാൽ നീ അവസാനം ചെന്നെത്തുന്നത് പാതാളക്കുഴിയിലായിരിക്കും. പിന്നെ പൊന്തിപ്പോരാൻ പറ്റാത്ത ചില ഗർത്തങ്ങളിൽ ചെന്ന് വീഴും. അതുകൊണ്ട് പറയുകയാണ്, ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതയാവാതിരിക്കുക എന്ന്. ഹല്ലേലൂയ. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. കൊളോസോസ് 1:22 വായിക്കാം. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ ഈശോ തന്റെ ശരീരമാക്കി മാറ്റിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തെ കുറ്റമറ്റ ശരീരമായി, നമ്മുടെ ശരീരത്തെ പരിശുദ്ധവും നിർമ്മലവുമായ ഒരു ബലിദാനമായി, ഒരു സാക്രിഫൈസായി പിതാവിന് സമർപ്പിക്കുന്നതിന് വേണ്ടി ഈശോ തന്റെ കുരിശ് മരണം വഴി നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് നമ്മുടെ ശരീരത്തെ തന്റെ ശരീരത്തിൽ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയിപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, കൈയും കാലും ചലിക്കുന്നത് ആരുടെ ഇഷ്ടമനുസരിച്ചാണ്? ശിരസിന്റെ ഇഷ്ടമനുസരിച്ചാണ്. കൈയുടെ ഇഷ്ടമനുസരിച്ചാണോ കൈ പോകുന്നത്? കാലിന്റെ ഇഷ്ടമനുസരിച്ചാണോ കാല് പോകുന്നത്? അല്ല. തല പറയുന്നു, കൈ അനുസരിക്കുന്നു. അതാണ് ഈശോയും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. ഈശോയുടെ ശിരസിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു, ലയിപ്പിച്ച് ചേർത്തിരിക്കുന്നു. നമ്മെ ഈശോ തന്റെ ശരീരമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിരസായ ഈശോയ്ക്ക് അനുസരിച്ച് കയ്യും കാലും നമ്മൾ ചരിക്കുന്നു എന്നാണ് അർത്ഥം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇനി തല പറയുന്നത് കേൾക്കാതെ കൈയുടെ ഇഷ്ടത്തിന് പോയാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഒരു തീ ഇങ്ങനെ തൊടാൻ പോവാണ്. തീയുടെ ചൂട് വന്നപ്പോ പെട്ടെന്ന് നമുക്ക് ബോധം വന്നു, കൈ പിൻവലിച്ചു. ഇത് ചൂടാണെന്നും അതിൽ കൊണ്ടുപോയി കൈ വെച്ചാൽ കൈ പൊള്ളുമെന്നും കൈയോട് ആരാ പറഞ്ഞത്? തല പറഞ്ഞു. ഇനി കൈക്ക് തലയിൽ നിന്ന് മെസ്സേജ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കെ കൈ എന്ത് ചെയ്യും?
ഹല്ലേലൂയ. അച്ഛൻ വേറൊരു ഉദാഹരണം പറയാം. ഒരു സിസ്റ്ററിന് വാഹന അപകടത്തിൽ സിസ്റ്ററിന്റെ അരക്കെട്ടിന് താഴെ തളർന്നു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ തലയിൽ നിന്ന് മെസ്സേജ് കാലിലേക്കില്ല. ഓക്കെ, സിസ്റ്റർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഒരു മോട്ടറൊക്കെ ഉള്ള വീൽ ചെയറിലാണ്. സിസ്റ്റർ ഗവൺമെന്റിൽ നിന്ന് പള്ളിയിൽ പോകുന്നത് മോട്ടറുള്ള വീൽ ചെയറിൽ പള്ളിയിലേക്ക് പോകും, വീട്ടിലും പോകും. അങ്ങനെ ഒരു പ്രാവശ്യം സിസ്റ്റർ വീട്ടിൽ പോയി സിസ്റ്റർ കൈ അരക്കെട്ടിന് മുകളിലേക്ക് കുഴപ്പമില്ല, അപ്പൊ വെള്ളം എടുത്ത് വെച്ച് കൊടുത്താൽ മതി, സിസ്റ്റർ കുളിച്ചോളും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, സിസ്റ്ററിന്റെ വീട്ടിൽ പോയി സിസ്റ്റർ കുളിച്ചു. ഹീറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു, വാട്ടർ ഗീസർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളം എടുത്തു. എന്നിട്ട് സിസ്റ്റർ അതിന്റെ ചൂട് നോക്കാതെ വെള്ളം എടുത്തിട്ട് കാലയിലേക്ക് ഒഴിച്ചു. ഒരു പ്രാവശ്യം ഒഴിച്ചു, വീണ്ടും ഒഴിച്ചു. തിളച്ച വെള്ളമായിരുന്നു. സിസ്റ്റർ അറിയുന്നില്ല. പിന്നെ എപ്പോഴോ ഇങ്ങനെ ഒഴിച്ചപ്പോ ഒരു തുള്ളി എവിടെയോ ഇപ്പൊ ഇങ്ങനെ തെറിച്ച് വീണപ്പോഴാണ് ഇതിന് ഇത്രയും ചൂടുണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴേക്കും മൊത്തം പൊള്ളിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ കോൺവെന്റ് ചെല്ലുമ്പോൾ സിസ്റ്ററിനെ വാഴയിലയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കാം. തലയിൽ നിന്ന് മെസ്സേജ് എങ്ങോട്ട് പോകുന്നില്ല? കാലിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ കാലിൽ നിന്ന് മെസ്സേജ് തലയിലേക്ക് പോകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല. ഇതുപോലെ ഉദാഹരണം ക്ലിയർ അല്ലേ? ഈശോയാകുന്ന ശിരസിൽ നിന്ന് നമുക്ക് ജീവിതത്തിലേക്ക് സന്ദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വാഴയിലയിൽ പൊതിഞ്ഞു കിടത്തേണ്ടി വരും. നമ്മൾ അറിയില്ല, പതുക്കെ പതുക്കെ നമ്മൾ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്, വെന്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം ശിരസ്സുമായി ബന്ധമില്ല. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ അച്ഛൻ പറഞ്ഞത്, ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതനാവാതിരിക്കാൻ നീ നിന്നെ തന്നെ ക്രിസ്തുവിനോട് അനുരഞ്ജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം വായിക്കാം. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്തിനു വേണ്ടിയാണ് കുഞ്ഞെ നിന്നെ കർത്താവ് ഒരു ക്രിസ്ത്യാനിയായി തെരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ട കുഞ്ഞെ ഇന്ന് ഈശോയോടുകൂടെ ഇവിടെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കാൻ കർത്താവ് നിന്നെ എന്തിനാണ് തെരഞ്ഞെടുത്തത്? അതിന്റെ ഒരു ലക്ഷ്യമുണ്ട്. കർത്താവ് തെരഞ്ഞെടുത്തതിന്റെ ലക്ഷ്യമാണ് തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ എന്തു വേണം? ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതരാവരുത്. ലോകത്തിന് പല താല്പര്യങ്ങളുമുണ്ട്, നമ്മുടെ ശരീരത്തിന് പല താല്പര്യങ്ങളുമുണ്ട്, നമ്മുടെ കണ്ണുകൾക്ക് പല താല്പര്യങ്ങളുമുണ്ട്. 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ദൈവവേലയ്ക്കൊക്കെ പോകണമെന്ന് കരുതിയിരുന്നതാണ്, സെമിനാരിയിലൊക്കെ ചേരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്നെ ഒരു മുതിർന്ന ഒരു സഹോദരൻ പാപത്തിലേക്ക് നയിക്കുകയും
എൻ്റെ ശരീരത്തിന്റെ വിശുദ്ധി നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഇനി എനിക്ക് സെമിനാരിയിൽ ചേരാൻ പറ്റുകയില്ല. അതിന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ മനസ്സ് എന്നെ അതിന് അനുവദിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതനായി പോയി എന്നാണ് ഈ മകൻ പറയുന്നത്. അവനെ പാപത്തിലേക്ക് പ്രലോഭനങ്ങൾ നൽകി ഒരു മുതിർന്ന ഒരാള് നയിച്ചു. ലോകത്തിന്റെ താല്പര്യങ്ങൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങളാണ്. ഇനി സ്വന്തം ജഡികാഭിലാഷങ്ങളുടെ താല്പര്യങ്ങൾ, പോർണോഗ്രാഫിയുടെ അഡിക്ഷൻ, പലതും കാണാൻ തോന്നി കാണുകയും ആകെ മനസ്സിന് കുറ്റബോധവും നിരാശയായിത്തീരുകയും എനിക്കിതിൽ നിന്ന് വിടുതലില്ല എന്ന ചിന്തയിലെത്തുകയും ചെയ്തു. വചനം പറയുകയാണ്, കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, 2 കൊരിന്ത്യസ് 7:1 വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പൂർണ്ണമാക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധി പൂർണ്ണമാക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന പുണ്യമേതാണ്? ശ്രദ്ധിച്ചു കേട്ടോ. വിശുദ്ധി പൂർണ്ണമാക്കുന്നതിന് അല്ലെങ്കിൽ വിശുദ്ധിയിൽ നിലനിൽക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനം, ആ ദൈവഭയം എന്ന് പറയുന്ന ഒരു ദാനമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മടിയും കൂടാതെ ചില തിന്മകളിലേക്ക്, ചില ലൈംഗിക അശുദ്ധികളിലേക്ക് വഴുതിപ്പോകുന്നത്? ദൈവഭയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കാം. നമുക്ക് മനുഷ്യനെ ഭയമുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു പാപം മനുഷ്യർ കാണരുത്, മനുഷ്യർ അറിയരുത്. എന്തുകൊണ്ടാണ്? നമ്മൾ മനുഷ്യനെ ഭയപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഫോണൊക്കെ ഒരു 3-4 പൂട്ടിട്ട് പൂട്ടി സൂക്ഷിക്കുന്നു, ആരും അറിയരുത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മെസ്സേജുകൾ ആവശ്യമില്ലാത്തത് വിട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു, മനുഷ്യൻ അറിയരുത്. നമുക്ക് ആരെ ഭയമുണ്ട്? മനുഷ്യനെ ഭയമുണ്ട്. ആരെ ഭയമില്ല? ദൈവത്തെ. നമ്മൾ പറയും, ഇത് വായിച്ചതിന് ശേഷം ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ കത്ത് വായിച്ചതിന് ശേഷം, പണ്ട്, ഇപ്പോഴല്ല, ഉടനെ തന്നെ കീറിക്കളയണം കേട്ടു. എന്തുകൊണ്ടാണ്? നമുക്ക് ആരെ ഭയമുണ്ട്? ആരെ ഭയമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നമ്മെ തന്നെ എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവഭയത്തെ കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ നാളെ മുതൽ, അച്ഛൻ നാളെ ബൈബിൾ കൺവെൻഷൻ മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവം ഉണ്ട്. അപ്പോൾ സുവിശേഷ മഹോത്സവത്തിന്റെ 5 ദിവസങ്ങളിലും ദൈവഭയത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. 7 മണി മുതൽ 9 മണി വരെ നിങ്ങൾക്കത് കിട്ടും. നിങ്ങളത് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ ദൈവഭയത്തെ കുറിച്ച് അച്ഛൻ അത്രേ പറയുന്നത്. ഇനി യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ തിരുവചനം വായിക്കാം. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ, യാക്കോബ് 1:27 വായിക്കാം.
പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം: ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. ഇരു കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം: ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള രണ്ട് വഴികളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത്. ഒന്ന്, ലോകത്തിന് മരിക്കുക. രണ്ട്, ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതരാകാതിരിക്കുക. ഹല്ലേലൂയ. അതുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ട് വചനങ്ങൾ കൂടെ വായിച്ച് അച്ഛൻ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. 2 പത്രോസ് 1, 3, 4 തിരുവചനങ്ങൾ. പത്രോസ് ലേഖ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3, 4 തിരുവചനങ്ങൾ വായിക്കാം. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. തുടർന്ന് വായിച്ചേ: ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വചനം പറയുന്നത്: ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടുക. ദുരാശ മൂലം ലോകത്തിൽ വിനാശങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൈംഗിക വിശുദ്ധിയുമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം അച്ഛൻ നിങ്ങളോട് പുതിയതായിട്ടുള്ള കേട്ട ഒരു സംഭവം പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഇയാളുടെ വീട്ടിൽ വന്ന് അവർ ഒരുമിച്ച് മദ്യപിക്കുമായിരുന്നു. അപ്പോൾ ആ കുടുംബനാഥൻ, അയാളുടെ സുഹൃത്ത്, അപ്പൊ കുടുംബനാഥൻ മദ്യപിക്കുമ്പോൾ അമിതമായി മദ്യപിക്കുമായിരുന്നു. അങ്ങനെ അമിതമായി കുടുംബനാഥൻ, ഇവര് രാത്രി രണ്ടുപേരും കൂടി കുപ്പിയൊക്കെ വെച്ച് കള്ളു കുടിച്ച് കുടുംബനാഥൻ ബോധം കെട്ട് ഉറങ്ങും. അങ്ങനെ ബോധം കെട്ട് ഉറങ്ങി പല നാളുകൾ ഉറങ്ങി. ഒടുവിൽ ആ കുടുംബനാഥന്റെ ഭാര്യ കുടുംബനാഥനോട് പറഞ്ഞു: എന്റെ ഉദരത്തിൽ വളരുന്നത് നിങ്ങളുടെ സുഹൃത്തിന്റെ കുഞ്ഞാണ് എന്ന്. കഥ തീർന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലുണ്ടാകുന്ന വിനാശങ്ങൾ, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശങ്ങൾ ചെറുതല്ല എന്ന് സൂചിപ്പിക്കാൻ അച്ഛൻ ഒരു ഉദാഹരണം, സംഭവിച്ച ഒരു കാര്യം, ഒരു സംഭവം നിങ്ങളോട് ലളിതമായി പറഞ്ഞതാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണ് എന്ന്, അതിന് ശേഷം നടക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ എത്ര വലുതാണെന്നുള്ളത് മാറ്റിവെക്കുക. അപ്പോൾ ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശങ്ങൾ, ഈ വിനാശങ്ങളിൽ നിന്ന് നമുക്ക് എന്തുണ്ടാകണം? രക്ഷ പ്രാപിക്കണം. ഈ ദുരാശകളിൽ നിന്ന്, ഈ ദുരാശകൾ നമ്മെ നയിക്കുന്ന വിനാശങ്ങളിൽ നിന്ന് എന്തുണ്ടാകണം? രക്ഷ പ്രാപിക്കണം. അതാണ് വചനം പറയുന്നത്: ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് ഏത് സ്വഭാവത്തിൽ പങ്കുകാരാകണം? ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരാകണം. നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് ഈ ദുരാശ മൂലമുണ്ടാകുന്ന വിനാശത്തിന്റെ ആ സ്വഭാവമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഹല്ലേലൂയ.
ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുന്നു? തന്റെ മഹത്വവും ഔന്നത്യവും വഴി ശ്രേഷ്ഠവും അമൂല്യവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ട് നീ ദുരാശകൾക്ക് പിറകെ പോകണ്ട ഒരു മനുഷ്യനല്ല, നീ ദൈവ സ്വഭാവത്തിന് പിറകെ പോകണ്ട ഒരു മനുഷ്യനാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഒരു വചനം കൂടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 2 പത്രോസ് 3:13-14 തിരുവചനങ്ങൾ. 2 പത്രോസ്, 2 Peter chapter 3:13 and 14 വായിക്കാം. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പുതിയ ആകാശത്തിന് വേണ്ടിയാണ്, ഒരു പുതിയ ഭൂമിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ആ പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമിയിൽ കർത്താവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നവരാകണമെങ്കിൽ എന്തു വേണം? കളങ്കവും കറയുമില്ലാതെ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഹാർഡ് എന്നാണ് അതിന്റെ അർത്ഥം. നീ കഠിനാധ്വാനം ചെയ്യണം. എന്തിനു വേണ്ടി? കളങ്കമില്ലാത്ത ഒരാളായി, കറയില്ലാത്ത ഒരാളായി കർത്താവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അപ്പൻ പുറത്ത് രാത്രി 2 മണിക്ക് ഒരു സ്വരം കേട്ടു. ഒരു സ്വരം കേട്ടിട്ട് മകളുടെ മുറിയിൽ നിന്ന് രാത്രി 2 മണിക്ക് ഒരു സ്വരം. എന്താണ് സ്വരം? അവള് ഫോൺ ചെയ്യുന്ന സ്വരമാണ്. എന്തിനു വേണ്ടിയാണ് കൊച്ചു രാത്രി 2 മണിക്ക് ഉറങ്ങാതെ കഠിനാധ്വാനം ചെയ്യുന്നത്? കർത്താവിന്റെ മുൻപിൽ കറയും കളങ്കവും ഇല്ലാതെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയല്ല. ഒരു മകള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവനെ എൻ്റെ വീട്ടുകാര് പിടിച്ചു. ആരെ? ലവനെ. മനസ്സിലായി. അപ്പോൾ ബൈക്ക് വീടിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അയൽവക്കക്കാര് എൻ്റെ പാരൻസിനെ വിളിച്ചു പറഞ്ഞു. അയൽവക്കക്കാർ ആശുപത്രിയിൽ പോകാൻ വേണ്ടി ആ രാത്രി 12 മണിക്ക് പുറത്തിറങ്ങിയതാണ്. അപ്പോ അവരുടെ വീടിന്റെ മുമ്പിലാണ് ഇവൻ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തത്. അപ്പൊ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ ബൈക്ക് ഇപ്പുറത്തെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതല്ല, അപ്പുറത്തെ വീട്ടിൽ ഒരു ബൈക്ക് വന്നതാണ്. അങ്ങനെ അവര് ലൈറ്റ് അന്വേഷിച്ച് അപ്പുറത്തെ വീട്ടിൽ വന്ന ആളെ കണ്ടുപിടിച്ചു, പൊതിരെ തല്ലി വേണ്ടതൊക്കെ ചെയ്തു. അപ്പോ അച്ഛൻ ചോദിച്ചു, മോളെ, അവൻ എത്രാമത്തെ പ്രാവശ്യമാണ് വന്നത്? പല പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പ്രാവശ്യം എന്താണ്? ഈ പ്രാവശ്യം അവൻ ഞാൻ വരാൻ പറഞ്ഞ സമയത്തിന് മുമ്പ് വന്നു. അതാണ് അപകടമുണ്ടാകാൻ കാരണം. തെറ്റവന്റെ ഭാഗത്താണ് അച്ഛൻ വന്നത്. ശരി, നല്ല കാര്യം. ഇത്രയൊക്കെ പറയാനേ നിവൃത്തിയുള്ളൂ. കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറക്കമില്ലാതെ. എന്തിനു വേണ്ടിയാണ്? കറയും കളങ്കവുമായി കർത്താവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകത്തിന് മരിച്ച 2 കാര്യങ്ങളാണ്. ഇനി 2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. എപ്രകാരം നിനക്ക്
വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും എന്നതിന് വചനം നമുക്ക് നൽകുന്ന കുറച്ച് മാർഗങ്ങളുണ്ട്. അടുത്തതാണ് കർത്താവിൽ ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത്. അടുത്ത ആഴ്ച നിങ്ങളോട് പങ്കുവെക്കാം. കർത്താവിൽ ഒളിച്ചിരിക്കുക. അടുത്തത് വേറൊന്ന്. രണ്ടാമത്തത് കർത്താവിന് നിന്റെ സമാധാനമാക്കുക. പിന്നെ പറയാനുള്ള കർത്താവിന് നിന്റെ സംതൃപ്തിയാക്കുക. ഈ 3 കാര്യങ്ങളാണ്. അടുത്ത ആഴ്ച നമ്മൾ അത് പങ്കുവെക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിന്റെ കറയും കളങ്കവുമില്ലാതെ അശുദ്ധരാകാതെ നമ്മൾ കർത്താവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടണം എന്നുള്ളത്. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നമ്മൾ ഈ അല്പസമയത്തിനുള്ളിൽ ധ്യാനിച്ച ഈ വചനങ്ങൾ മനസ്സിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ചിന്തകൾ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് നമുക്ക് പ്രചോദനവും ശക്തിയുമായി തീരട്ടെ. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മെ കഴുകി വെണ്മയുള്ളവരാക്കി മാറ്റുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കുക. ദാമ്പത്യ ജീവിതത്തിന്റെ വിശുദ്ധി, വിവാഹ ജീവിതത്തിന് പുറത്തുള്ള അശുദ്ധികളിൽ നിന്ന് മോചനം, വിവാഹത്തിന് മുമ്പുള്ള പലതരത്തിലുള്ള പാപകരമായ ജീവിതങ്ങളിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഈശോ ആഗ്രഹിക്കുന്ന ദുരാശ മൂലം ലോകത്തിൽ ഉണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവം എന്ന് പറയുന്നത് പരിശുദ്ധിയാണ്. ആ പരിശുദ്ധിയിൽ പങ്കുകാരാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കെല്ലാം കർത്താവ്, ഞങ്ങൾക്കെല്ലാം അങ്ങയുടെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം നൽകണമേ. ഹാലലലലലല. ബന്ധനങ്ങൾ അഴിയട്ടെ, ഹാലലലല. വിടുതൽ നേടട്ടെ, ഹാലലലലലല. അഭിഷേകം പെരുമഴ പോലെ പെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.